നമസ്കാരം കൂട്ടുകാരെ, സക്സസ് PSCയുടെ അടുത്ത അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. എന്താണ് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ? അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കുലശേഖര ആൾവാറെ പറ്റി നോക്കാം. ദക്ഷിണേന്ത്യയിലെ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിൽ 12 ആൾവാർമാരുണ്ടായിരുന്നു. എത്ര പേര്? 12 ആൾവാർമാർ. അതിൽ പ്രമുഖനാണ് ഈ കുലശേഖര ആൾവാർ. പ്രമുഖനായിട്ടുള്ള ആൾവാർ ആരാണ്? കുലശേഖര ആൾവാർ. അദ്ദേഹം രചിച്ചതാണ് പെരുമാൾ തിരുമൊഴി. കുലശേഖര ആൾവാർ രചിച്ചത് എന്താണ്? പെരുമാൾ തിരുമൊഴി. ദൈവത്തിന് സമ്പൂർണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്ന ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രസ്ഥാനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. എന്താണ് ഭക്തി പ്രസ്ഥാനം? ദൈവത്തിന് സമ്പൂർണമായി ജീവിതം സ്വയം സമർപ്പിക്കപ്പെടുന്ന ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. വിഷ്ണു ഭക്തർ അറിയപ്പെടുന്നത് ആൾവാർമാർ, ശിവഭക്തർ അറിയപ്പെടുന്നത് നായന്മാർ. ഭക്തിപ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത് തമിഴ്നാട്ടിൽ. ആഴ്വാർമാരുടെ രചനകൾ അറിയപ്പെടുന്നത് നാലാരിര ദിവ്യപ്രബന്ധം എന്നാണ്. എന്താണ്? വിഷ്ണു ഭക്തർ അറിയപ്പെട്ടത് ആഴ്വാർമാർ, ശിവഭക്തർ അറിയപ്പെട്ടത് നായന്മാർ. ഭക്തിപ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത് തമിഴ്നാട്ടിൽ. ആഴ്വാർമാരുടെ രചനകൾ അറിയപ്പെട്ടത് നാലായിര ദിവ്യപ്രബന്ധം എന്നാണ്. നായന്മാരുടെ രചനകൾ അറിയപ്പെട്ടിരുന്നത് തിരുമുറകൾ. എന്താണ് നായന്മാരുടെ രചന അറിയപ്പെട്ടത്? തിരുമുറകൾ. വിഷ്ണു ഭക്തരിൽ അഥവാ ആൾവാർമാരിൽ പ്രസിദ്ധരായ കുലശേഖര ആൾവാർ, പെരിയാൾവാർ, നന്മാൾവാർ, ആണ്ടാൾ. ഇനി ശിവഭക്തർ അഥവാ നായന്മാരിൽ അറിയപ്പെട്ട പ്രധാന കവികളാണ് കാരയ്ക്കൽ, അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസങ്കർ. അനുഭവ മണ്ഡപം രൂപീകരിച്ചത് ബസവണ്ണയാണ്. അനുഭവ മണ്ഡപം രൂപീകരിച്ചത് ബസവണ്ണ. ഇതൊരു ആത്മീയ ചർച്ചാവേദിയാണ്. അനുഭവ മണ്ഡപം രൂപീകരിച്ചത് ബസവണ്ണ. ഇതൊരു ആത്മീയ ചർച്ചാവേദിയാണ്. മാനവമൈത്രിയുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്നത് കബീറാണ്. മാനവമൈത്രിയുടെ പ്രചാരകൻ എന്നറിയപ്പെടുന്നത് കബീറാണ്. ഇദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ അറിയപ്പെടുന്നത് ദോഹകൾ എന്നാണ്. മാനവമൈത്രിയുടെ പ്രവാചകൻ ആരാണ്? കബീറാണ്. ഇദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ അറിയപ്പെടുന്നത് ദോഹകൾ. ഗുരുനാനാക്ക് രചിച്ച പ്രാർത്ഥനാ ഗാനങ്ങളാണ് ഷാബാദ്. ഗുരുനാനാക്ക് രചിച്ച പ്രാർത്ഥനാ ഗാനങ്ങളാണ് ഷാബാദ്. പഞ്ചാബിലെ ഷെയ്ഖ് പുലിയയിലാണ് ഇദ്ദേഹം ജനിച്ചത്. അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പഞ്ചാബിലത്തെ ഷെയ്ഖ് പുലിയ. എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന ലങ്കാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കിയത് ഗുരുനാനാക്കാണ്. ആരാണ് പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കിയത്? ഗുരുനാനാക്ക്. ആ പൊതു അടുക്കളയ്ക്ക് പറയുന്ന പേരെന്താണ്? ലങ്കാർ. ലങ്കാർ എന്ന പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കിയത് ഗുരുനാനാക്ക്. ഗുരുനാനാക്കിൻ്റെ ആശയങ്ങൾ സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിയിച്ചു. ഗുരുനാനാക്കിൻ്റെ ആശയങ്ങൾ സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിയിച്ചു. സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദി ഗ്രന്ഥം അഥവാ ഗുരുഗ്രന്ഥ സാഹിബ്. സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദി ഗ്രന്ഥം അഥവാ ഗുരുഗ്രന്ഥ സാഹിബ്. മീരാബായി ജനിച്ചത് രാജസ്ഥാനിലെ ചിത്തോറിലായിരുന്നു. മീരാബായി എവിടെയാണ് ജനിച്ചത്? രാജസ്ഥാനിലെ ചിത്തോറിൽ. തമിഴ്നാട്ടിലെ പ്രശസ്തരായ ഭക്തകവികൾമാരായിരുന്നു കാരയ്ക്കൽ, അമ്മയാർ, ആണ്ടാർ എന്നിവർ. തമിഴ്നാട്ടിലെ പ്രശസ്തരായ കവിത്രയന്മാരായിരുന്നു. ആരൊക്കെയാണ്? കാരയ്ക്കലും അമ്മയാറും ആണ്ടാറും. വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖരായിരുന്നു അക്ക മഹാദേവി. വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു അക്ക മഹാദേവി. മഹാരാഷ്ട്രയിലെ ദ ഹീനാബായി, സോയ് റാബായി, കാശ്മീരിലെ ലാൽദേവ് എന്നിവരും ഭക്തിപ്രസ്ഥാനത്തിലെ പ്രമുഖരാണ്. ആരൊക്കെയാണ്? അക്ക മഹാദേവി, മഹാരാഷ്ട്രയിലെ ദ ഹീനാബായി, സോയ് റാബായ്,
കാശ്മീരിലെ ലാൽദേവ് എന്നിവരും ഭക്തിപ്രസ്ഥാനത്തിലെ പ്രമുഖരാണ്. ഇനി നമുക്ക് സൂഫി പ്രസ്ഥാനം നോക്കാം. ഭക്തിയെ ദൈവത്തോട് അടുപ്പിക്കാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. ഭക്തിയെ ദൈവത്തോട് അടുപ്പിക്കാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. എന്താണ് സൂഫി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? ഭക്തിയെ ദൈവത്തോടടുപ്പിക്കാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. സൂഫി എന്ന പദം ഉണ്ടായത് കമ്പിളി എന്നർത്ഥം വരുന്ന സുഫ് എന്ന വാക്കിൽ നിന്നോ ശുദ്ധി എന്നർത്ഥം വരുന്ന സഫി വാക്കിൽ നിന്നോ ആണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. എന്താണ് സൂഫി എന്ന് പറഞ്ഞാൽ? കമ്പിളി എന്നർത്ഥം വരുന്ന സുഫ് എന്ന വാക്കിൽ നിന്നോ ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫി വാക്കിൽ നിന്നോ ആണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തിപ്രസ്ഥാനമാണ് സൂഫിസം. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തിപ്രസ്ഥാനമാണ് സൂഫിസം. 12ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു. 12ാം നൂറ്റാണ്ടിലാണ് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നത്. സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹ്റവർദി എന്നീ സില്ലിലുകൾ ആയിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നിരുന്നത്. എന്തൊക്കെയാണ്? 12ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിൽ സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു. സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹ്റവർദി എന്നീ സിൽസിലകൾ ആയിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയവരാണിവർ. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. സൂഫി ഗുരു ആണ് പീർ അഥവാ ഷെയ്ഖ് അനുയായികൾ. സൂഫി ഗുരു അഥവാ പീർ ഷെയ്ഖ്. സൂഫി ഗുരു, പീർ അഥവാ ഷെയ്ഖ്. അനുയായികൾ മുരീദ്. അനുയായികൾ ആരാണ്? മുരീദ്. താമസ സ്ഥലങ്ങൾ ഗാൻഗാഹുകൾ. അക്കാലത്തെ സാമൂഹിക കേന്ദ്രങ്ങളാണ് ഗാൻഗാഹുകൾ. ഗൗവാലികൾ. സൂഫി കേന്ദ്രത്തിൽ പ്രത്യേക ഗാനാലാപന ശൈലി ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ് ഗൗവാലികൾ. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിലെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികളെ സാധിച്ചിരുന്നു. അതായത് സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു. ഇന്ത്യയിലെ പ്രധാന സൂഫി വര്യന്മാരും അവരുടെ ബന്ധപ്പെട്ട പ്രദേശങ്ങളും ഷെയ്ഖ് ശിഹാബുദ്ദീൻ സുഹ്റവർദിനി സിൽഹഡ്സ്. ഇന്ത്യയിലെ പ്രധാന സൂഫി വര്യന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും. ഷെയ്ഖ് ശിഹാബുദ്ദീൻ സുഹ്റവർദിനിയുടെ സിൽഹത്ത്. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹിയിൽ. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹിയിൽ. ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി അജ്മീറിൽ. പ്രാദേശിക ഭാഷകളുടെ വളർച്ച സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്നതിനു വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയപ്രചാരം നടത്തിയിരുന്നത്. തമിഴ്നാട്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തി കാവ്യങ്ങൾ രചിക്കപ്പെട്ടു. പേർഷ്യനും ഹിന്ദിയും ചേർന്ന് ഉറുദു ഭാഷ രൂപം കൊണ്ടു. ഇനി അമീർ ഖുസ്രു. ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരാണ് അമീർ ഖുസ്രു. കബീറിൻ്റെ ദോഹകൾ, മഹാഭാരതം, രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടു. പ്രാദേശിക ഭാഷകളിൽ ഉണ്ടായിരുന്ന പ്രധാന സാഹിത്യകൃതികളും രചയിതാക്കളും നോക്കാം. തമിഴിലാണെങ്കിൽ നായിലരുടെ ദിവ്യപ്രബന്ധം, ആഴ്വാറും തിരുമുറകളിൽ നായന്മാർ. 4000 ദിവ്യപ്രബന്ധം എഴുതിയത് ആഴ്വാർമാർ, തിരുമുറകൾ എഴുതിയത് നായനാർ. കന്നഡയിലെ വചനങ്ങൾ ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ്മ പ്രഭു. വചനങ്ങൾ എഴുതിയത് ബസവണ്ണയും അക്ക മഹാദേവിയും അല്ലമ്മ പ്രഭു. തെലുങ്കിലാണെങ്കിൽ മഹാഭാരത വിവർത്തനം നന്നയ്യ തിക്കണ്ണ
യരപ്രഗത. ആരൊക്കെയാണ് മഹാഭാരത വിവർത്തനം നടത്തിയത്? നന്നയ്യ, തിക്കണ്ണ, യരപ്രഗത. ഹിന്ദിയിലാണെങ്കിൽ പത്മാവത്, മാലിക് മുഹമ്മദ് ജേഴ്സി. മലയാളത്തിൽ ജ്ഞാനപ്പാന, പൂന്താനം, അധ്യാത്മരാമായണം, കിളിപ്പാട്ട്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, മുഹമ്മദുദ്ദീൻ മാല, ഗാസി മുഹമ്മദ്. മുഹിയുദ്ദീൻ മാല, ഗാസി മുഹമ്മദ്. ഭക്തി സൂഫി ചിന്തകളുടെ സ്വാധീനം, മതസഹിഷ്ണുത, ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം, അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം, പ്രാദേശിക ഭാഷകളുടെ വളർച്ച, ഏകദൈവ വിശ്വാസം, അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം, സാഹോദര്യം, സാമൂഹിക സമത്വം, സാമുദായിക സൗഹാർദ്ദം, നാനാത്വത്തിൽ ഏകത്വം, തുല്യത, ബഹുസ്വരത എന്നിവയാണ് ഭക്തി സൂഫി ചിന്തകളുടെ സ്വാധീനത്തിൽപ്പെടുന്നവ. എന്തൊക്കെയാണ്? മതസഹിഷ്ണുത, ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം, അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം, പ്രാദേശിക ഭാഷകളുടെ വളർച്ച, ഏകദൈവ വിശ്വാസം, അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം, സാഹോദര്യം, സാമൂഹിക സമത്വം, സാമുദായിക സൗഹാർദ്ദം, നാനാത്വത്തിൽ ഏകത്വം, തുല്യത, ബഹുസ്വരത. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം.